ഹായ് പറ ഹായ് പറ ഹായ് പറ ഹായ് ഹായ്. ഹലോ, നമ്മളപ്പം മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ പോകണം കേട്ടോ. രാവിലെ 7 മണി കഴിഞ്ഞു. അപ്പം രാവിലെ ഇറങ്ങാൻ പോവാണ്. രാവിലെ ഇറങ്ങിയാലേ എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റുള്ളൂ. ഇനിയും ഉണ്ട് ഒരു 600 കിലോമീറ്ററോളം ഗോവയെത്താൻ. അപ്പോൾ നമുക്ക് ഇറങ്ങാം അല്ലേ? അതെ. നമ്മൾ പക്ഷേ ഇന്നലെ നൈറ്റ് സ്റ്റേ ചെയ്ത സ്ഥലമാണ് കേട്ടോ. ഇതുണ്ടോ, ഈ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഇന്നലെ നൈറ്റ് മൊത്തം പമ്പ് മൊത്തം തിരക്കി, ഒരു രക്ഷയില്ല. പമ്പ് തിരക്കെന്ന് വെച്ചാൽ വണ്ടി ആരും നമ്മളെ സ്റ്റേ ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു ഏരിയ കേട്ടോ ഇവിടെ. ഇതുണ്ടോ, പക്ഷെ ഇവിടെ നല്ല നീറ്റാണ് കേട്ടോ, കിടിലായിട്ടുണ്ട്. അതായത് നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ, അതായത് നമ്മൾ എയർപോർട്ടിലൊക്കെ വണ്ടി പാർക്ക് ചെയ്യില്ലേ, അതുപോലെയാണ് കേട്ടോ. നല്ല നീറ്റാണ്, നല്ല വൃത്തിയുണ്ടായിരുന്നു. നല്ല വൃത്തിയുണ്ട്. പറ്റി വേറെ കുഴപ്പമൊന്നുമില്ല. കൊതുകുണ്ടായിരുന്നു, പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു, ചൂടില്ലായിരുന്നു അല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്യണം. വെൽക്കം ടു ട്രാവലിംഗ് മാംബോസ്. രഞ്ജിനി, ഞാൻ ദീപു. യാത്ര വീണ്ടും ഗോവയിലോട്ടുള്ള യാത്ര തിരിക്കുകയാണ്. ഈ മൈസൂർ റൂട്ടിൽ കാണാനായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അമ്പലങ്ങളായാലും പിന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ നമുക്ക് കുറേ പരിധികളുണ്ട്. ഇവരെയും കൊണ്ടിട്ട് എല്ലായിടത്തും പോയി കയറാനുള്ളൊരു ഇതുണ്ട്. കാരണം ഇതിനകത്ത് ഇട്ടിട്ട് പോകാനും അങ്ങനെ പറ്റില്ല ഒരുപാട് സമയമുണ്ട്. മീനാക്ഷിയാണ് എല്ലാവരും രാവിലെ ഉണർത്തുന്നത് കേട്ടോ. രാവിലെ 6 മണിക്ക് ഞാൻ അലാറം വെച്ചു, പക്ഷേ ഉറങ്ങിപ്പോയി. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞാൽ മീനാക്ഷി വന്ന് ഉണർത്തി. സ്നോയിനെ എന്നേനെ അപ്പൊ നമുക്ക് മൈസൂരിൽ നിന്ന് തിരിക്കാം. മൈസൂർ എന്തെങ്കിലും കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കാണാം അല്ലേ ചേട്ടാ? കാണാം, നോക്കാം. ഇവരെയും കൊണ്ട് അധികം സമയം പറ്റൂല, എന്നാലും ശ്രമിക്കാം. ഇതാണ് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. നൈറ്റ് കാണിക്കാൻ പറ്റൂല, ഭയങ്കര തിരക്കാണ് രാവിലെ. വലിയ റെയിൽവേ സ്റ്റേഷനാണ്. വലിയ റോഡൊക്കെ അല്ലേ മൈസൂർ. രാവിലെ ദീപിച്ചേട്ട ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. നമ്മൾ ഈ പമ്പിൽ നിന്നാണ് ഫ്രഷ് ആയത്. പിന്നെ എന്താണ്ട് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. രാവിലെ പിന്നെ ഉണ്ടാക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. എന്താണ്? ദോശ, സാമ്പാർ, ചമ്മന്തിക്കറി. ഓ, എന്തോ സംസാരിച്ച് അവിടെ പോയി. കന്നഡ കൊത്തില്ലാന്ന് പറഞ്ഞ ആളിന് തമിഴ് അറിയാം. ഞാൻ നാളെ തമിഴാണ് സംസാരിച്ചു. അപ്പോൾ സമാധാനം, വണ്ടിക്കറി കഴിക്കാം. മൈസൂർ വന്നിട്ട് നമ്മൾ മൈസൂരിലെ ഫുഡ് കഴിക്കണം. കൊള്ളാല്ലേ? നല്ല സ്മൂത്ത് ദോശ കേട്ടോ, നല്ല ചമ്മന്തി, നല്ല സാമ്പാറും, അടിപൊളി, നല്ല ടേസ്റ്റ്. ഇത് കണ്ടാൽ സാമ്പാറൊന്നും പറയില്ല, സാമ്പാറിൻ്റെ ടേസ്റ്റ് അല്ല ഇത്, പക്ഷെ കൊള്ളാം. നമ്മൾ മൊത്തം ഞാൻ 2 ദോശ അടിച്ചു, ജനിക്ക് 1 ദോശ അടിച്ചു. പക്ഷെ 60 രൂപ, നല്ല ടേസ്റ്റ്. ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ വന്നപ്പോൾ തന്നെ മീനാക്ഷിക്കും സ്നോയ്ക്കും ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഈ ഡ്രൈ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അല്ലെങ്കിൽ ഇവിടെ വരുമ്പം എങ്ങനെയാണ് അറിയാൻ വയ്യല്ലോ. വേറെ ഒന്നുമല്ല, സ്നോ മുട്ട കഴിക്കും, പക്ഷേ മീനാക്ഷി മുട്ട കഴിക്കില്ല, മീൻ വേണം. അതുകൊണ്ട് ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നത് എന്തായാലും നന്നായി. അപ്പോൾ നമ്മളെ ലാപ്പിൽ ചാർജ് ഇല്ല. അപ്പോൾ ജനിത ഇവിടെ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യുകയാണ്. ചാർജ് ഇട്ടുകൊണ്ടാണ് എഡിറ്റ് ചെയ്യണത്, വേറൊന്നുമല്ല. ലാപ്പ് ചാർജ് വയ്ക്കാനുള്ള ഒരു രക്ഷയുമില്ല. പിന്നെ ഈ പമ്പിൽ ആൾക്കാർക്ക് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഇവിടെ ബാത്റൂം യൂസ് ചെയ്യാൻ സമ്മതിച്ചു. പിന്നെ ജനി എഡിറ്റർ ജനി വേറെ വഴിയില്ല, എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ലാപ്പ് ചാർജ് ചെയ്യാനുള്ള ഒരു വന്നിട്ട് ഇപ്പം 3-ാം ദിവസമല്ലേ, പക്ഷേ ഒന്നും എപ്പിസോഡൊന്നും ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് ചെയ്യാം. ജസ്റ്റ് ഒരു തട്ടിക്കൂട്ടിൽ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ടാണ്. നമ്മൾ സ്നോയും മീനാക്ഷി ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ പാലസിനകത്തോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. അപ്പം ജെന്നി ഫ്രണ്ടിൽ പോയി ജസ്റ്റ് ഒന്ന് വീഡിയോ കവർ ചെയ്തിട്ട് വരും.
ഇതാണ് നമ്മുടെ മൈസൂർ പാലസ്. എൻ്റെ അമ്മ ഭയങ്കര തിരക്ക് കേട്ടോ, കാണാൻ അടിപൊളി. ദീപിച്ചേട്ടൻ വന്നില്ല കേട്ടോ. ഞാൻ മൈസൂർ പാലസ് കണ്ടിട്ട് വരാമെന്നുള്ളൊരിതിൽ കയറുകയാണ്. ഇവിടെ പാർക്കിംഗ് 50 രൂപയാണ്. അതുപോലെ നമുക്ക് മുതിർന്നവർക്ക് ടിക്കറ്റ് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയാണ്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. നമ്മുടെ മൈസൂർ പാലസ് ട്രിപ്പ് ഇട്ടുകൊണ്ട് അകത്ത് കയറാൻ പറ്റില്ല കേട്ടോ. അപ്പം എനിക്ക് ഒരുപാട് ക്യൂ ഉണ്ടായിരുന്നു ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആ ചെരുപ്പ് അവിടെ കളഞ്ഞിട്ട് വന്നു. ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വാടിയാർ രാജാക്കന്മാർ 14-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് ഈ കൊട്ടാരം ഉണ്ടാക്കിയത്. പിന്നെ ഇത് പല കാരണങ്ങളായിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് തകർക്കപ്പെട്ടു. അതിനുശേഷം 1897 വീണ്ടും ഇത് പണിയാൻ തുടങ്ങി. പിന്നെ ഒരു 1912 ആയപ്പോഴത്തേനും ഇതിൻ്റെ പണിയെല്ലാം പൂർത്തിയായി. ഇപ്പോൾ ഈ ഒരു രൂപത്തിലെത്തി. അന്നത്തെ കാലത്തെ ഫോട്ടോസൊക്കെ ഇവിടെ രാജഭരണ സമയത്തുള്ള ആ ഫോട്ടോസൊക്കെ ഈ ചുമരിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വിലപിടിപ്പുള്ള ഒരുപാട് പെയിൻറ്റിങ്ങുകളുണ്ട്. നമുക്ക് എടുത്തു പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജാ രവിവർമ്മയുടെ പെയിൻറ്റിങ് ഇതിലുണ്ട് കേട്ടോ. നമ്മളെ കേരളത്തിലുള്ളവർക്ക് അഭിമാനിക്കാം അതിൽ. ഇതൊക്കെ അവരുടെ പണ്ടത്തെ സ്വർണ്ണാഭരണങ്ങളൊക്കെ വെച്ചിരുന്ന പെട്ടികളാണ് കേട്ടോ ഇത്. ഈ രാജാക്കന്മാർ, അതായത് വാടിയാർ രാജാക്കന്മാർ 500 വർഷത്തെ ഭരണം ഭരിച്ചു കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ രാജഭരണം ഉണ്ടായിരുന്നത് ഇവിടെയാണ്, ഈ മൈസൂർ പാലസിലാണ് കേട്ടോ. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത് അന്നത്തെ രാജഭരണ സമയത്ത് മല്ലയുദ്ധമൊക്കെ നടന്നിരുന്ന സ്ഥലമാണ്. രണ്ടാൾക്കാർ തമ്മിൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു നമ്മൾ ബാഹുബലിയിലൊക്കെ കണ്ടില്ലേ, ആ ഒരു യുദ്ധമാണ് നടന്ന സ്ഥലമാണ്. വേറെ സംഭവം ഭയങ്കര തിരക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും, തിരക്കാണെന്ന് തോന്നുന്നു. രാജാക്കന്മാരിരുന്ന് കസേരകളൊക്കെ അവിടെ ഒരുപാട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കൊട്ടാരത്തിൽ ഒരുപാട് രഹസ്യ തുരങ്കങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് കണ്ണാടികളൊക്കെ വെച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന കണ്ണാടികളൊക്കെ തന്നെയാണ്. രാജാവിൻ്റെ പ്രതിമയുണ്ട് കേട്ടോ, വെച്ചിട്ടുണ്ട്. കറക്റ്റ് ജീവിച്ചിരിക്കുന്ന ഒരു രാജാവിൻ്റെ പ്രതിമ പോലും ഉണ്ട്. ഇത് കൃഷ്ണരാജ വാടിയാർ 4-ാമൻ്റെ പ്രതിമയാണ്. ഇതാണ് ഇവിടുത്തെ ദർബാർ ഹാൾ. നല്ല ഭംഗിയാണ് കാണുന്നത്. ഇത് അതായത് നമ്മളെ സ്വീകരണ റൂം അതില്ലേ, അത് തന്നെയാണ് ഇത്. രാജാക്കന്മാരുടെ ദർബാർ ഹാളാണ്. ജനങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യുന്നൊരു ഹാളാണിത്. നീലയും സ്വർണ്ണ കളറുമായിട്ടുള്ള ഇതാണ് കേട്ടോ ഇവിടുത്തെ പെയിൻറ്റിങ്. സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു കൊട്ടാരമാണ് നമ്മുടെ മൈസൂർ പാലസ്. എല്ലാവരും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നല്ല അടിപൊളി. നമ്മൾ ഈ കൊട്ടാരത്തിന് ചുറ്റും വേറെ ഒരുപാട് അമ്പലങ്ങളൊക്കെ ഉണ്ട്, ക്ഷേത്രങ്ങളുണ്ട്. നമ്മളിതാ ഈ ഇറങ്ങുന്നിടത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. ഇതൊരു കൃഷ്ണസ്വാമി ക്ഷേത്രമാണ്, ശ്രീകൃഷ്ണസ്വാമിയുടെ ഒരു ക്ഷേത്രമാണ്. അപ്പം പാലസിനകത്ത് തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോഴത്തെ അടിപൊളി. ഇത്രയും പ്രതീക്ഷിച്ചില്ല, സംഭവം ഹെവി. നമ്മളെ വണ്ടിയുടെ ഒരു ഡോറ് ലോക്ക് ചെയ്തിട്ട് പോയാലും തുറക്കാൻ പറ്റും, ആർക്കും വെളിയിൽ തുറക്കാൻ പറ്റും. അതാണ് ഒരു സീൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയിൽ ഈ ഇടയ്ക്ക് എലി കയറിയിട്ടുണ്ടായിരുന്നു. എലി കയറി വയർ കിറ്റ് കംപ്ലീറ്റ് കടിച്ചു മുറിച്ചു. അപ്പോൾ ചില ടൈമിൽ ലോക്കാവും, ചിലപ്പോൾ ലോക്കാവില്ല. ആ ഒരു സീനുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പോകുന്നതും ഇതുങ്ങളെ ഇട്ടിട്ട് പോകുന്നതും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാം കൂടി ആരെങ്കിലൊക്കെ തപ്പിക്കൊണ്ട് പോകും. ആ ഒരൊറ്റ സീനോടാണ് ഒരുപാട് സ്ഥലത്ത് ഇറങ്ങാൻ പറ്റാത്തത്. ഒരാൾ എവിടെ കയറി റെസ്റ്റ് എടുക്കുന്നതാണ്. എൻ്റെ തോളില്, ദീപു ചേട്ടൻ്റെ തോളില് ഇടയ്ക്കിടയ്ക്ക് ഗിയർ മാറ്റാനും പോകും. ഈ ഗിയറിൻ്റെ പുറത്ത് ഈ ബ്രേക്കിൻ്റെ പുറത്തൊക്കെ കയറിയിരിക്കണതാണ്. എവിടെ ഇരിക്കണേ?
നമ്മള് കുനിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തി കേട്ടോ. ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു അത്യാവശ്യം വലിയൊരു സിറ്റിയാണ് ഇവിടുത്തെ. അങ്ങനെ നമ്മൾ കർണാടകയിൽ മഴ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നല്ല മഴ പെയ്യും. ഇനി 318 കിലോമീറ്റർ ഗോവയ്ക്കെത്താൻ. ഈ മഴ ഒരു ഉച്ചയ്ക്ക് ഒരു 12-1 മണിക്കൊക്കെ പെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ. ഭയങ്കര ചൂടായിരുന്നു. നമുക്കിനി ഗോവയ്ക്ക് എത്താനായിട്ട് 361 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. കർണാടക വഴിയാണ് പോകുന്നത്. ബാംഗ്ലൂർ ടച്ച് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെയൊക്കെ അടിപൊളിയാണ്. ഒരുപാട് കൃഷിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇറങ്ങുന്നില്ല. കാരണം 5 മണിയായി. ഇന്നെങ്കിലും നമുക്ക് ഗോവയിലെത്തണം. 3 ദിവസം കൊണ്ട് കറങ്ങുകയാണ് ഗോവയിലെത്താൻ വേണ്ടി. നമ്മളിപ്പോൾ ഇന്നും ഗോവ എത്തില്ല കേട്ടോ. ഇനിയും ഉണ്ട് ഗോവയ്ക്ക്. ഇനിയും ഉണ്ട് 250 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ നൈറ്റ് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുമല്ല ഇവരും ആകെ ടയർഡായി. സ്നോയ്ക്ക് ഇത്തിരി പുറത്തിറങ്ങണം. അങ്ങനെയൊക്കെ സീനുകളുണ്ട്. ഇന്നും ഗോവ എത്തില്ല. നാളെ എന്തായാലും എത്തും. അപ്പോൾ ഇന്ന് ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണം. അപ്പോൾ സ്റ്റേ നോക്കുന്നുണ്ട്. ഇനി പമ്പിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല പമ്പ് കിട്ടിയെങ്കിൽ മതിയായിരുന്നു അല്ലേ. അങ്ങനെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പമ്പ് നോക്കിയിട്ട് ഇന്ന് കുക്ക് ചെയ്തില്ല. ഇനി പോയിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ Unachi. നെൽകൃഷിയാണേ. കർണാടകയിലാണല്ലോ നമുക്ക് കൂടുതൽ അരി വരുന്നത്. ഒരുപാടുണ്ട്. നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലം ഇന്നും കിട്ടിലൊരു സ്ഥലം കിട്ടി കേട്ടോ. വലിയൊരു പെട്രോൾ പമ്പാണ് കേട്ടോ ഇത്. പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടൊക്കെ ദോ അവിടെയാണ്. അപ്പോൾ ഈ പമ്പിൻ്റെ റൈറ്റ് സൈഡ് ഉണ്ടോ ഇതുണ്ട് സെൽഫ് കുക്കിംഗ് ആണ്. അതായത് വണ്ടി പാർക്ക് ചെയ്തിട്ട് എല്ലാവർക്കും സ്വന്തമായിട്ട് കുക്ക് ചെയ്യാം. ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാം. ബാത്റൂമുണ്ട് കണ്ടോ. വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. കിട്ടില്ല സ്ഥലം കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റിൽ വേറൊരു പമ്പിൽ പോയി കേട്ടോ. അവിടെ പോയി അത് വലിയ പമ്പാണ് ഇതിന് മുന്നേ. അപ്പോൾ അത് വന്നിട്ടെന്ന് വെച്ചാൽ ബാക്കിൽ നമ്മൾ പറഞ്ഞാൽ ബാക്കിലോട്ട് പാർക്ക് ചെയ്തെന്ന് പറഞ്ഞു. ബാക്കിലോട്ട് പോയി ഭയങ്കര മൂത്ര സ്മെല്ല്. പിന്നെ അതുപോലെ കണ്ടിട്ട് വശക്കെട്ട് ഭയങ്കര കൊതുവാണെന്ന് തോന്നുന്നു. പിന്നെ അതുകൊണ്ട് നൈസിന് പയ്യെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് വന്ന് ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അത് ഗോവ എത്രയും അതായത് ഇവിടെ നിന്ന് ഗോവയ്ക്ക് 200 സംതിങ് ആണ്. 240 കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ നിന്ന് ഗോവയ്ക്ക്. ഓക്കെ, കിട്ടില്ല സ്ഥലം കേട്ടോ. നല്ല ക്ലീനാണ്. നമുക്ക് കുക്ക് ചെയ്യാൻ സെപ്പറേറ്റ് സ്ഥലം അടിപൊളി. എന്തായാലും കൊള്ളാം. എനിക്ക് സമാധാനമായി. എനിക്ക് ഭയങ്കര സന്തോഷം. ഇതുണ്ടോ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മളിന്ന് ഇവിടെയാണ് എല്ലാം കുക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വണ്ടി ഇതായി ഇവിടെയുണ്ട്. വണ്ടിക്കകത്ത് 2 പേരെ ഞാൻ പൂട്ടി വെച്ചിരിക്കുക. കാര്യം വേറെ ഒന്നുമല്ല, ഇവിടെ കുറച്ച് കുഴപ്പക്കാരുണ്ട്. ഈ ഏരിയ ഭരിക്കുന്ന കുറച്ച് ആൾക്കാരെ അവന്മാർ ഇവിടെ ഉണ്ട്. ഉണ്ടാക്കണ്ടോ. ഞാൻ ഒരു 2-3 പേരെയൊക്കെ ഓട്ടിച്ച് യുവമാർ കണ്ടോ. ഒരു 3-4 പേര് ഇവിടെ തന്നെ ഉണ്ട്. അതായത് ഇനി എന്നെ ഓട്ടിച്ച് കഴിഞ്ഞാൽ എന്നെ അവർ റെഡിയാക്കും. ദോ കിടക്കണുണ്ടോ. ഇത് അവരെ ഏരിയയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് പൊളിച്ച്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുഡ് സെറ്റായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മീനാക്ഷി ഉണ്ടോ ചെയ്യണ വേല. നച്ചിയേ കൊള്ളാമല്ലേ. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുക്ക് ചെയ്യാനും. ओ वहाँ फिल्टर पानी है? हाँ मैम। ओके ओके फिल्टर पानी मैम। ओके ओके थैंक यू। कल 3 बजे का चलेगा। हाँ मेरा गाड़ी अंगमाली। हाँ चल रेगुलर एक मंथ के 3 चार्ज फिक्स केला तो केला ओके इन गरम बावूर तीसुरु। हाँ कोल्लम फिक्स केला। नाम क्या है? मंजुनाथ। नाम दीपू। जेनी। जेनी फिक्स केला. अरे बाय